നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമിത് എന്ന 23 വയസ്സുകാരന്റെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചതാണോ ഈ വമ്പൻ കോടീശ്വരന്റെ കൊലപാതകം എന്ന ചോദ്യം ഉയരുകയാണ്. 23 വയസ്സുകാരന്റെ മനസ്സിൽ കൂട്ട ക്രിമിനൽ പദ്ധതികൾ വളരാൻ അധിക താമസമുണ്ടാകില്ല എന്നതിന് കേരളത്തിൽ ഇതിനു മുൻപും പല തെളിവുകളുമുണ്ട്. ആ തെളിവുകളെ കുറിച്ച് വീണ്ടും വീണ്ടും ആവർത്തിപ്പിക്കുന്നില്ല, ഓർമ്മിപ്പിക്കുന്നില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് എന്ന് മാത്രമൊന്ന് പറഞ്ഞു പോകുന്നു. എന്തായാലും ലക്ഷപ്രഭുവായ ഇദ്ദേഹത്തിന്റെ മരണം 23 വയസ്സുകാരനായ അന്യ സംസ്ഥാന തൊഴിലാളിയുടെ കൈകൊണ്ട് അതീവ ക്രൂരവും പൈശാചികവുമായിട്ടാണ് എന്നാണ് വ്യക്തമാകുന്നത്. ദയനീയം എന്നല്ലാതെ പറയാൻ വാക്കുകളില്ല. ഏതായാലും ഇയാളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടുകയും വൈകുന്നേരത്തോടു കൂടി തന്നെ തെളിവെടുപ്പിനായി ഈ വീട്ടിലേക്ക് വരികയും ഒക്കെ ചെയ്തിരുന്നു. 12 അടി നീളമുള്ള മതില്, വീട്ടിലെ ചുറ്റുമതിൽ, സുരക്ഷാ മതിൽ നിമിഷ നേരം കൊണ്ടാണ്, നിഷ്പ്രയാസമാണ് ഇയാൾ ചാടിക്കടന്ന് അകത്ത് കയറിയത്. ചാടിക്കടന്നത് മാത്രമല്ല, എങ്ങനെയാണ് ജനൽപ്പാളി പൊളിച്ചതെന്നും എങ്ങനെയാണ് ആരുംകൊല നടത്തിയതിന്റെയും തെളിവ് നശിപ്പിച്ചതിന്റെയും രക്ഷപ്പെട്ടതിന്റെയും രീതികൾ വള്ളിപ്പുള്ളി തെറ്റാതെയാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിവരിച്ചത്. വൈകിട്ട് 4:30 വൈദ്യപരിശോധനയ്ക്ക് ശേഷം അമിതിനെ തെളിവെടുപ്പിനായി എത്തിച്ചത്. വീടിന് സമീപത്തെ തോട്ടരികെ ചൂണ്ടി ഹാർഡ് ഡിസ്ക് വലിച്ചെറിഞ്ഞ സ്ഥലം കാട്ടിക്കൊടുത്തു. 2 പേർ ഇറങ്ങി ചെളിയിൽ പൂണ്ട ഹാർഡ് ഡിസ്ക് മുങ്ങിയെടുത്തു. പിന്നീടായിരുന്നു ശ്രീവത്സം വീട്ടിലെത്തി തെളിവെടുപ്പ്. നാട്ടുകാരുടെ പ്രതിഷേധം ഭയന്ന വൻ പോലീസാണ് കാവൽ ഉണ്ടായിരുന്നത്. നിഷ്പ്രയാസം അമിത് ചാടിക്കടന്നു. ഔട്ട് ഹൗസിൽ പോയതും ആയുധമെടുത്തതും ജനൽപ്പാളി തകർത്തതും മുറിക്കുള്ളിൽ കടന്നതും വിശദീകരിച്ചു. ഇരുവരെയും കോടാലിക്ക് വെട്ടിയതും തലയിണ അമർത്തി പുറത്തു കടന്നതും വിശദീകരിക്കുമ്പോഴും കൂസലില്ലായ്മയായിരുന്നു മുഖത്തെങ്ങും. 1 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പിൽ അമിതിനെ വേലക്കാരിയും മറ്റ് ജീവനക്കാരനും തിരിച്ചറിഞ്ഞു. കൊലപാതക സമയത്ത് കയ്യിലുണ്ടായിരുന്ന 2 ഫോൺ ഉപേക്ഷിച്ചെന്നും അമിത് പറയുകയാണ്. പക്ഷേ ഇതിനുവേണ്ടിയുള്ള വ്യാപക തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത തോട്ടിൽ നിന്നുമാണ് ലഭിച്ചത്. വീടിന് സമീപത്ത് തന്നെയുള്ള തോട്ടിൽ നിന്നാണ് ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത്. ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത തോട്ടിലെറിഞ്ഞ് കളഞ്ഞുവെന്ന പ്രതി അമിത് തന്നെയാണ് മൊഴി നൽകിയത്. അമിതിനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിജയകുമാറിന്റെ വീടിന് പിൻവശത്ത് 200 മീറ്റർ ദൂരെ മാറിയാണ് ഈ തോട് ഉള്ളത്. പോലീസിന്റെ നിർദ്ദേശപ്രകാരം സമീപവാസികളായ 2 പേരാണ് തോട്ടിലിറങ്ങി തെരച്ചിൽ നടത്തിയത്. കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഹാർഡ് ഡിസ്ക്. ഇന്ന് തന്നെ വീട്ടിലും പ്രതിയുമായി തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. തൃശൂർ മാങ്കുളത്ത് ആലത്തൂരിൽ നിന്നാണ് പ്രതി അമിത് ഇന്നലെ പിടികൂടിയത്. എന്തായാലും ഈ തോട്ടിലേക്ക് ഇയാൾ ഈ ഒരു വസ്തു ഉപേക്ഷിച്ച്, അതായത് ഹാർഡ് ഡിസ്ക് ഉപേക്ഷിച്ചതും അവിടെ കുറേ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല, അവിടെയുള്ള നാട്ടുകാർ പറയുന്നത് പുറത്തുനിന്ന് ഒരാൾ വന്നാൽ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവിടെ കുറെ നായ്ക്കൾ ഉണ്ടായിരുന്നു, ഉഷ്ണ നായ്ക്കൾ ഉണ്ടായിരുന്നു. ആ നായ്ക്കളെ ഞങ്ങൾ തന്നെ ചോറ് കൊടുത്ത് വളർത്തുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. തെരുവ് നായ്ക്കളാണ്. പക്ഷെ പുറത്തുനിന്ന് ആര് വന്നാലും ഒന്ന് കുരയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മദ്യപാന സംഘത്തിന്റെ ലീലാവിലാസങ്ങളും തോട്ടിന്റെ അരികത്ത് ഉയർന്നു വന്ന പ്പോൾ തന്നെ അത് ഇല്ലാതാകാൻ പ്രധാന കാരണം ഈ നായ്ക്കൾ കൂടിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്നതിന് തലേ ദിവസം ആരൊക്കെ വന്ന് നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിരുന്നു. നായ്ക്കളൊക്കെ തന്നെ മയങ്ങിക്കിടക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് ഈ അമിതിന്റെ ഒരു പ്ലാൻ ആയിരുന്നോ എന്ന സംശയമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക്. ഈ ഭാഗത്ത് ഇവിടെ കിടക്കുന്ന ഇത്രയും പട്ടിയുണ്ട്. ഇവിടെ അവര് അതുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നു, എല്ലാം നമ്മളിവിടെ കൊടുക്കും, എല്ലാവരും കൊടുക്കും, രേഖക്കാർ കൊടുക്കും, ഞാൻ കൊടുക്കും, ഈ നാട്ടിലുള്ള മിക്ക ആൾക്കാരും കൊടുക്കാനും അറിയാം. അതുങ്ങൾ ഇവിടെ ഉണ്ട്. ഒരു വെളിയിൽ നിന്ന് ഒരാൾ വന്നാൽ ഇതുങ്ങൾ കുറയ്ക്കും. പക്ഷെ ഈ പട്ടീനെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞുള്ള സംഭവം ഇത്. ഈ ചേട്ടനെയും ചേച്ചീനെയും ഒക്കെ നമുക്കറിയാം. ഇവരിവിടെ ജനിച്ചു വളർന്നവരും ഞങ്ങളും ജനിച്ചു വളർന്നവരും നമുക്ക് നേരത്തെ തൊട്ടേ അറിയാം. വിജയരിയാണെന്നും എല്ലാം അറിയാം. ചേട്ടൻ ഇവിടെ സ്ഥലം മേടിച്ചത് വന്നു. നമ്മൾ എന്തൊരു അനക്കമുണ്ടെങ്കിലും അറിയുന്നായിരുന്നു, പട്ടി ഇല്ലാത്തതുകൊണ്ട് അറിയാതെ പോയെ. അങ്ങനെ നോക്കണമെങ്കിൽ ഈ 23 വയസ്സുകാരൻ ഇയാൾ ഈ കൊലപാതകത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഇയാൾ, വളരെ ക്രൂരമായി തന്നെ കൊല നടത്തിയ ഇയാൾ, ഒരുപക്ഷെ അയാളുടെ ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കുറച്ച് പൈസ അധികം നൽകാമെന്ന് പറഞ്ഞോ കൂട്ടുകാരും ഒന്നിച്ചു വന്ന ഈ നായ്ക്കളെ പിടിച്ചുകൊണ്ട് പോയതാണോ എന്നറിയില്ല. കാരണം നായ്ക്കളെ മയക്കാനുള്ള എന്തോ ഒരു സംഗതി ഇയാളുടെ കയ്യിലുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വീട്ടിലെ മുന്തിയ ഇനം റോഡ് വീലർ അടക്കമുള്ള മുന്തിയ ഇനം നായ്ക്കൾ മയങ്ങിപ്പോയത് എന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ഈ 3 ദിവസം മുമ്പ് തന്നെ പ്രതി കോട്ടയത്ത് ലോഡ്ജ് എടുത്ത് താമസിച്ചിരുന്നുവെന്നും കൃത്യത്തിന് ശേഷം സഹോദരൻ താമസിക്കുന്നിടത്തേക്ക് രക്ഷപ്പെടുകയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. പ്രതിക്കൊപ്പം സഹോദരനെയും ഒപ്പമുണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെയും തൃശൂർ പോലീസ് കരുതൽ തടങ്കലിൽ എടുത്തിട്ടുണ്ട്. ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിച്ച് വരികയാണ്. വിജയകുമാർ കൊടുത്ത കേസിൽ 5.5 മാസത്തോളം അമിത് ഒറാങ് റിമാൻഡിലായിരുന്നു. അന്ന് കോട്ടയത്തെ 2 സ്ത്രീകളായിരുന്നു ജാമ്യത്തിൽ എടുത്തത്. അറസ്റ്റിന് പിന്നാലെ ഭാര്യ എന്ന് പറയുന്ന യുവതിയെ ഇയാൾ ഉപേക്ഷിച്ചു പോയിരുന്നു. വിജയകുമാറിന്റെ ഫോൺ എന്ത് ചെയ്തു എന്നടക്കം പരിശോധിക്കുന്നുണ്ടെന്നും SP പറയുന്നു.
ഇരട്ടക്കൊലയ്ക്കും വിജയകുമാറിന്റെ മകന്റെ മരണത്തിനും തമ്മിൽ ബന്ധമില്ല എന്നും കൊലപാതകത്തിന് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും ഈ SI മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിയുടെ സഹോദരന് കൃത്യതയെക്കുറിച്ച് അറിവുണ്ടായിരുന്നു, കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. 19-ാം തീയതി മുതൽ കോട്ടയത്ത് വന്ന് താമസിച്ചതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ലോഡ്ജിൽ വന്ന് റൂം എടുത്തതിനും കൃത്യം നടത്തുന്നതിന് മുമ്പ് ലോഡ്ജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും കൃത്യം നടത്തി തിരിച്ചു വന്ന് വെളുപ്പിന് 5 മണിക്ക് തിരിച്ചു പോകുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. തന്റെ ജീവിതം വിജയകുമാറും മീരയും ചേർന്ന് തകർത്തുവെന്നും അതിനുള്ള പ്രതികാരമാണ് ചെയ്തത് എന്നുമാണ് പ്രതി പോലീസ് നൽകിയ മൊഴി. തനിക്കെതിരായ ഫോൺ മോഷണ കേസ് പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ വിജയകുമാർ ചെവിക്കൊണ്ടതേയില്ല. മോഷണ കേസിൽ പ്രതിയായതോടുകൂടി കാമുകി ഉപേക്ഷിച്ചു. ഇത് ദമ്പതികളെ ഇല്ലാതെയാക്കാൻ പ്രേരിപ്പിച്ചുവെന്നും അമിത് പറയുന്നു. കേസിൽ അമിത് മാത്രമാണ് പ്രതിയെന്ന് ഉറപ്പിക്കുകയാണ് പോലീസ്. ഇവിടെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യത്തിൽ തെളിവുകളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. വിദേശത്തുള്ള മകൾ നാട്ടിലെത്തിയ ശേഷമാകും വിജയകുമാറിന്റെയും മീരയുടെയും സംസ്കാരം നടക്കുക. 3 വർഷത്തോളമാണ് വിജയകുമാറിന്റെ വീട്ടിലും ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിലും അമിത് ജോലി ചെയ്തത്. ഇക്കാലത്താണ് വിജയകുമാറിന്റെയും ഭാര്യയുടെയും ഫോണുകൾ മോഷ്ടിച്ചതും അതുവഴി പണം തട്ടിയെടുത്തതും. പോലീസിൽ വിജയകുമാർ പരാതി നൽകിയതോടുകൂടിയാണ് അമിത് ജയിലിലായത്. ദമ്പതികളെ വെട്ടിക്കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ വിരലടയാളങ്ങളും ഫോൺ മോഷണ കേസിലെ വിരലടയാളങ്ങളും ഒന്നാണ് എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് പ്രതി അമിത് ആണെന്ന് പോലീസ് ഉറപ്പിച്ചത്. പിന്നീട് തെളിവെടുപ്പും നടത്തി. അരുംകൊല നടത്തിയതിന്റെ തെളിവ് നശിപ്പിച്ചതിന്റെയും രക്ഷപ്പെട്ടതിന്റെയും രീതികൾ വള്ളിപുള്ളി വിടാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വിവരിച്ചു. വൈകിട്ട് 4:30 വൈദ്യപരിശോധനയ്ക്ക് ശേഷം അമിത്തിനെ തെളിവെടുപ്പിനായി എത്തിച്ചത്. വീടിന് സമീപത്തെ തോടരിക് ചൂണ്ടി ഹാർഡ് ഡിസ്ക് വലിച്ചെറിഞ്ഞ സ്ഥലം കാട്ടിക്കൊടുത്തു. 2 പേർ ഇറങ്ങി ചെളിയിൽ പൂണ്ട ഹാർഡ് ഡിസ്ക് മുങ്ങിയെടുത്തു. പിന്നീടായിരുന്നു ശ്രീവത്സം വീട്ടിലേക്ക് എത്തിയതും തെളിവെടുപ്പ് നടത്തിയതും. നാട്ടുകാരുടെ പ്രതിഷേധം ഭയന്ന വൻ പോലീസ് കാവലിൽ റോഡിനോട് ചേർന്ന് മതിൽ ഈ നിഷ്പ്രയാസം അമിത് ചാടിക്കടന്നു. ഔട്ട് ഹൗസിൽ പോയതും ആയുധമെടുത്തതും ഈ ജനൽപ്പാട് തുറന്നതും മുറിക്കുള്ളിൽ കടന്നതും വിശദീകരിച്ചു. ഇരുവരെയും കോടാലിക്ക് വെട്ടിയതും തലയിണ അമർത്തി പുറത്തു കടന്നതും വിശദീകരിക്കുമ്പോഴും കൂസൽ ലവലേശമില്ലായിരുന്നു. 1 മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പിൽ അമിത്തിനെ വേലക്കാരിയും മറ്റ് ജീവനക്കാരനും തിരിച്ചറിയുകയും ചെയ്തു. കൊലപാതക സമയത്ത് കയ്യിലുണ്ടായിരുന്ന 2 ഫോൺ ഉപേക്ഷിച്ചെന്ന് അമിത് പറഞ്ഞ കോട്ടയം കുമരകം റോഡിലെ അറുത്തൂട്ടി റോഡിൽ വ്യാപക പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. തിരുവിതാംകൂർ ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീട്ടിലെ CCTVയുടെ ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത തോട്ടിൽ നിന്ന് കണ്ടെത്തിയത് ഈ കേസിൽ വൻ നിർണായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല.